എന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. അല്ലെങ്കിൽ പാവങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതായിട്ടേ നാള് കുറെ ആയല്ലോ. അത് ശരിയാ, ദൈവത്തിനിപ്പോ ചില പക്ഷപാതങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെയും പരിഗണിക്കും എപ്പോഴെങ്കിലും. അന്ന് ദൈവത്തിന്റെ പുസ്തകത്തില് തെറ്റുകാരിയായിട്ട് പേര് വരാതിരിക്കാൻ ചേച്ചിമ്മ ഈ മധുരം കഴിക്കണം. ഇത് സിദ്ധുവേടിന് വേണ്ടി മാത്രമുള്ള മധുരമല്ല ചേച്ചിയമ്മ, എനിക്ക് വേണ്ടിയുള്ള മധുരം കൂടിയാ. ഇത് ചേച്ചിയമ്മ വേണ്ടെന്ന് പറയരുത്. നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിത് കഴിക്കാം. കാരണം മോളെ എനിക്ക് അത്രയ്ക്കിഷ്ടമാണ്. മോൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. താങ്ക് യു ചേച്ചിയമ്മ. എന്താ എത്രയായി? 250. ഓ ശരി, വെച്ചോളൂ. വിവരം അറിഞ്ഞപ്പോ വൈകി, അതാ എത്താൻ ലേറ്റായ. വീട് തിരിച്ചു കിട്ടിയെന്ന് കേട്ടപ്പോ ഓ വലിയ സന്തോഷം തോന്നി. സന്തോഷവും നന്ദിയൊന്നും എന്നോടല്ല കാണിക്കരുത്. ഇതാ നിൽക്കുന്നു നിരഞ്ജൻ. നിരഞ്ജൻ ഒരാളാണ് നിനക്ക് കാരണം. നിരഞ്ജൻ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ വീട് തിരിച്ചു കിട്ടില്ലായിരുന്നു. പരാതി ഒപ്പിട്ട് തന്നതിന് ശേഷം അത് മുടക്കാൻ പലരും ശ്രമിച്ചതായിട്ട് എനിക്കറിയാം. അതിൽ സാറ് വീഴാതിരുന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വിജയമുണ്ടായത്. സാറ് എന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ സന്തോഷമൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോവും. അടി കിട്ടിയത് തങ്കച്ചിക്ക. അവരേതാ മുതലെന്ന് അറിയാലോ. അവരാരായാലും ഞങ്ങൾക്കൊന്നുമില്ല. നിയമപരമായി ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. പേടിച്ചോടാനൊന്നും ഞങ്ങൾ തയ്യാറല്ലെന്ന് അവരെ കാണുമ്പോ സ്വാമി ഒന്ന് അറിയിച്ചേക്കും. ഇപ്പോഴാണ് എനിക്കൊരു ബലം കിട്ടിയത്. ഇനി തങ്കച്ചിയല്ല ആര് വന്നാലും ഞാൻ വഴങ്ങുന്ന പ്രശ്നമില്ല. സാറേ, ആവേശം അത്ര നല്ലതല്ല. സ്വാമി, നിരഞ്ജൻ പറഞ്ഞ അനുസരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ആ ഹോട്ടൽ മുറിയിൽ കഴിയേണ്ടി വരുമായിരുന്നില്ലേ? ഇതെന്റെ രണ്ടാം വരവാണ്. ഈ വരവിൽ പലതും ഞാൻ നേടും. എന്താ സ്വാമി താല്പര്യമില്ലാത്ത പോലെ നിൽക്കുന്നേ? സ്വാമി വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞങ്ങൾ നടത്തിയല്ലോ. അല്ലെങ്കിലും ഈ സ്വാമി ഇതുവരെ എന്താ ചെയ്തിട്ടുള്ളത്? സ്വാമി, ഒരാൾക്കൊരു അപകടം വരുമ്പോ സഹായിക്കുന്നവരാ യഥാർത്ഥ ചങ്ങാതി. ഇങ്ങനെ ഒരു ആപത്ത് വന്നപ്പോ തന്റെ സാറിനെ തനിക്ക് സഹായിക്കാൻ പറ്റിയോ? കർമ്മബന്ധമാണ് വലുതെന്ന് ചിലരൊക്കെ വിശ്വസിച്ചിരുന്നു. രക്തബന്ധം തന്നെയാ വലുതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? സ്വാമി ചെല്ല്. അയ്യോ, ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനമില്ല സാറേ.
തങ്കച്ച ആള് എന്ത് ചെയ്യാനും മടിയില്ലാത്തവളാ. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? സ്വാമി, മനുഷ്യന് നല്ല കാലവും ചീത്തക്കാലവും ഉണ്ട്. ഇത്രയും കാലം എനിക്ക് ചീത്ത സമയമായിരുന്നു. ഇപ്പോൾ നല്ല കാലം തുടങ്ങിയെന്നൊരു സംശയം. അല്ലെങ്കിൽ എങ്ങനെയാ സ്വാമി നമുക്ക് ഈ വീട് തിരിച്ചു കിട്ടുന്നത്? തങ്കച്ചിയെ പേടിച്ച് പത്താരത്തിൽ കയറി ഒളിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ വീടിന്റെ മുറ്റത്ത് നിന്ന് നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുമായിരുന്നോ? സാറേ, പാമ്പിന്റെ പകയാണ് തങ്കച്ചയ്ക്ക്. ഇപ്പൊ നമ്മളൊരു അടിയടിച്ചാലേ അത് 100 തിരിച്ചടിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്നാ സ്വാമി പറയുന്നത്? മോളും മരുമോനും പറയണത് കേക്കരുത്. അവര് കുട്ടികളാ. എടുത്ത് ചാട്ടം കുറച്ച് കൂടുതലായിരിക്കും. നഷ്ടപ്പെടാനുള്ളത് സാറിന് മാത്രം. അത് മറക്കരുത്. എന്ത് ചെയ്യുമ്പോഴും നമുക്ക് തങ്കച്ചേറ്റൊരു മീറ്റിംഗ് വെച്ചാലോ? എന്തിന്? മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് RTOക്ക് പരാതി കൊടുത്തതെന്ന് തങ്കച്ചിയോട് പറയാം. തങ്കച്ചിയുടെ ദേഷ്യം ഒന്ന് തണുപ്പിക്കേണ്ടത് ആവശ്യം സാർ. അത് നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ അത് അക്ഷരക്ക് നിരഞ്ജനൊന്നും ഇഷ്ടമാവില്ല സ്വാമി. അയ്യോ, സാറിന്റെ കാര്യങ്ങൾ സാറല്ല തീരുമാനിക്കുന്നത്. അതിലെന്തിനാ അവര് ഇടപെടുന്നത്? ഇത് തന്നെയാ അവരും എന്നോട് ചോദിക്കുന്നത്. എന്റെ കാര്യത്തിൽ സ്വാമി എന്തിനാണ് ഇടപെടുന്നതെന്ന്. ഞാൻ ഇടപെടുന്ന പോലെയാണ് സാർ അവരിടപെടുന്നത്. ഞാൻ സാറിന് വേണ്ടി മരിക്കും. അവരോ? തങ്കച്ചി വീട് കയ്യേറുന്നതിന്റെ മുന്നേ സാറിന് അവിടെ തനിച്ചാക്കി വാടക വീട്ടിലേക്ക് താമസം മാറിയവരല്ല അവര്. അവരെന്നെ ക്ഷണിച്ചിരുന്നു. പോകാതിരുന്നത് ഞാനാണ് സ്വാമി. അതെന്തെങ്കിലും ആയിക്കോട്ടെ. എത്രയും പെട്ടെന്ന് തങ്കച്ചിയെ കാണുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അത് നടക്കുമെന്ന് തോന്നുന്നില്ല സ്വാമി. സീതാലക്ഷ്മിയെ കണ്ടാൽ നമ്മൾ ഇത്രയും കാലം ചെയ്തതിനൊന്നും ഒരർത്ഥമില്ലാതായി പോകും. എന്നാ സാറിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ദേഷ്യപ്പെടല്ലേ സ്വാമി. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയാം. സ്വാമിയുടെ കാര്യത്തിലൊഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ നിരഞ്ജൻ പറയുന്നതേ കേൾക്കൂ. അയാൾക്കൊപ്പം നിൽക്കാനാണ് എനിക്കിഷ്ടം. തുറന്നു പറഞ്ഞതിൽ സന്തോഷം. ഇനി ഞാൻ അങ്ങനെ നിന്നാ മതിയല്ലോ. സ്വാമി ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറണം. എനിക്ക് താൻ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം എനിക്കറിയാം. സ്വാമി കുറച്ചു നാൾ ക്ഷമയോടെ കാത്തിരിക്കാൻ. എല്ലാം ശരിയാവും സ്വാമി. ഇപ്പോഴാ സമാധാനായത്. സ്വന്തം വീട്ടിൽ താമസിക്കുന്ന സുഖമൊന്നും ഒരു വാടക വീട്ടിലും കിട്ടില്ല. അത് ശരിയാ.